മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ട വിമാനാപകടത്തിന് കനത്ത മൂടൽമഞ്ഞും കാരണമായി. പൂനെ ബാരാമതി മേഖലയിൽ കാഴ്ച തീരെ കുറവായിരുന്നു എന്ന് DGCA വൃത്തങ്ങൾ. 2 തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് സൂചന. വ്യോമയാന മന്ത്രി ബാരാമതിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, സാങ്കേതികമായിട്ടുള്ള തകരാർ ഉൾപ്പെടെ ഉള്ള പരിശോധനയിലൊക്കെ തന്നെ ഇനി DGCA ഉൾപ്പെടെ പോകുമല്ലോ. ഒപ്പം ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റ് ഈ തകരാറിലേക്ക് വഴിവെച്ച കാരണങ്ങൾ സംബന്ധിച്ച് ക്ലൈമറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെന്താണ് പറയുന്നത്? DGCA വരുന്ന സ്ഥിരീകരണം എന്താണ്? ഈ പുണെ ബാരാമതി മേഖലയിൽ കനത്ത മൂടൽമഞ്ഞായിരുന്നു ഇന്നലെ രാത്രി മുതൽ എന്നുള്ളതാണ്. ഇപ്പൊ പുലർച്ചെ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ച വളരെ കുറവായിരുന്നു എന്നാണ് ഇപ്പോൾ DGCA വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, ഈ ബാരാമതിയിലെ എയർ സ്ട്രിപ്പ് ഒരു വിമാനത്താവളമല്ല, എയർ സ്ട്രിപ്പാണത്. അവിടെ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റ് 2 തവണ അവിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. മാനുവലായും അതോടൊപ്പം തന്നെ വിഷ്വൽ ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ DGCA വൃത്തങ്ങൾ പറയുന്നത്. നേരിട്ട് റൺവേയിലേക്ക് വരാൻ വയ്യാത്തത് കാരണം രണ്ടാമതും 1 തവണ കൂടി മടങ്ങി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ മൂടൽ മഞ്ഞിൽ റൺവേയിലെ സമീപത്തേക്ക് ഇടിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ടാമത്തെ ലാൻഡിംഗ് ശ്രമത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. മേഡേ കോള് അല്ലെങ്കിൽ രക്ഷാ ഒരു സന്ദേശം അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അത് കോക്പിറ്റ് വോയിസ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇതൊരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. അതായത് മംഗലാപുരത്തുള്ള പോലെ തന്നെയുള്ള ടേബിൾ ടോപ്പ് റൺവേ. ഒരു കുന്നിന്റെ മുകളിലാണ് ഈ റൺവേ വരുന്നത്. 100 അടിയോളം താഴ്ന്നു വരുമ്പോഴാണ് വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടത് എന്നൊരു വിവരം ഇപ്പോൾ DGCA വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. റൺവേ എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു ഉണ്ടായത്. ആ ഇടിയുടെ ആഘാതത്തിൽ സ്ഫോടനമായിരുന്നു പിന്നീട് വന്നത്. അത് വലിയൊരു സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ ചെറിയ സ്ഫോടനങ്ങളും ഉണ്ടായി. അതോടെ തീ പടർന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. ഈ തീ പടർന്നതാണ് രക്ഷാപ്രവർത്തനം തടസ്സമായത് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യോമയാന മന്ത്രി ബാരാമതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരത് പവാറിനെ വിളിച്ച് അനന്തരവന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ശരി, പി ബസന്താണ് അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അപകടത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് DGCA എന്തൊക്കെ സ്ഥിരീകരണത്തിലേക്ക് പോകുന്നു എന്ന് വിലയിരുത്തിയത്.